വീട്ടിൽ ഗസ്റ്റായി എത്തിയ സാബു മോനെ എന്റർടൈൻമെന്റ് ചെയ്യിപ്പിക്കാനുള്ള ഗ്രൂപ്പാണ്, ആ ജോലിയാണ് അവിടെ കിട്ടിയിരിക്കുന്നത്. അവിടെ അപ്സര, ശരണ്യ, നന്ദന എന്നിവർക്ക് കിട്ടിയിരിക്കുന്നത്. ഇവർ ഗ്രൂപ്പിൽപ്പെട്ട സായി ആണെന്നുണ്ടെങ്കിൽ അവിടുത്തെ റോബോട്ടുമാണ്. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് സാബുവിന്റെ പിന്നാലെ നടന്നുകൊണ്ട് പാട്ടും ഡാൻസും വേണോ സാർ, പാട്ടും ഡാൻസും വേണോ, സാറിന് മസാജ് വേണോ എന്ന് ചോദിച്ചുകൊണ്ട് ഇവരെല്ലാവരും പുറകെ നടക്കുന്ന ഒരു ശീലമാണ് നമുക്ക് ആ ലൈവിൽ കാണാനായിട്ട് സാധിക്കുന്നത്. അവർ പിന്നാലെ നടന്നുകൊണ്ട് സാബുവിന്റെ അടുത്ത് കിടന്ന് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. സാബു വേണ്ട എന്ന് പറഞ്ഞിട്ടും അവിടെ പിന്നാലെ നടന്ന് പാട്ട് പാടും ഡാൻസ് കളിക്കും ഒക്കെ ചെയ്യുന്നുണ്ട്. സാബു സീക്രട്ട് റൂമിൽ പോയ സമയത്ത് അവിടെ പുറത്ത് നിന്ന് പാട്ടും ഡാൻസും കളിക്കുന്ന സമയത്ത് ഋഷി ആയിട്ടുള്ള HR മാനേജറാണ് ഋഷി. ഋഷി വന്നിട്ട് പറഞ്ഞു, അവിടെ ഗസ്റ്റിനെ നമ്മൾ ശല്യം ചെയ്യാൻ പാടില്ല, ഈ സമയത്ത് നിങ്ങളുടെ ശല്യം ഇവിടെ പാടില്ല, ഇവിടെ നിന്ന് പോകണം എന്ന് പറഞ്ഞപ്പോൾ അവിടെ നിന്നിട്ട് അവർ വീണ്ടും സാബുവിൻ്റെ അടുത്ത് വന്ന് ചോദിക്കുന്നുണ്ട്, സാർ ഞങ്ങൾ ഇവിടെ നിന്ന് പാടട്ടെ, ഡാൻസ് കളിക്കട്ടെ, സാറിന് അതൊരു എൻജോയ്മെന്റ് ആവില്ലേ എന്ന് ചോദിക്കുമ്പോൾ സാബു ഒരു ഒന്നല്ലാത്തൊരു രീതിയിൽ അവിടെ നിന്നു. വേണ്ടാന്നും പറഞ്ഞില്ല, വേണമെന്നും പറഞ്ഞില്ല എന്നുള്ള രീതിയിൽ അവിടെ നിന്ന് പറഞ്ഞു. അപ്പോൾ റോബോ ആയിട്ടുള്ള സായി പറഞ്ഞു, HR പറഞ്ഞോട്ടെ, എന്നെ നിയന്ത്രിക്കുന്ന ആൾക്കാർ പവർ റൂമിലുള്ളവരാണ്, അവരിവിടെ ഇല്ലാത്ത നിലയ്ക്ക് എനിക്ക് പാട്ടും ഡാൻസും വേണമെന്നുണ്ട്, നിങ്ങൾ പാടിക്കോളൂ കളിച്ചോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ സായിക്ക് വേണ്ടിയിട്ട് അവരവിടെ വീണ്ടും പാട്ടും ഡാൻസും ഒക്കെ കളിച്ചു. HR പറഞ്ഞത് അവർ അനുസരിച്ചേ ഇല്ല. അത് കഴിഞ്ഞിട്ട് അവിടെ സിഗരറ്റ് റൂമിൽ നിന്ന് ഇറങ്ങുന്ന സാബു അവിടെ ഒരു ചെറിയ പണി പണിതു. അവിടെ പറഞ്ഞു HR പറഞ്ഞിട്ട് പോലും അനുസരിച്ചില്ല എന്ന് കളിയാക്കിക്കൊണ്ട് സാബു അവിടെ നിന്ന് പോകുന്നുണ്ടായിരുന്നു. എന്തിനു കൊള്ളാം HR എന്ന് പറഞ്ഞുകൊണ്ട് അത് HR ഇത്തിരി കൊണ്ടു. HR പോയിട്ട് നോറയുടെ അടുത്ത് പരാതി പറയുന്നു. നോറ വന്നിട്ട് ഇവരുടെ അടുത്ത് സംസാരിക്കുന്നു, ഇനി ഇങ്ങനെ ചെയ്യാൻ പാടില്ല, HR ബഹുമാനിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവരുടെ അടുത്ത് എല്ലാവരുടെ അടുത്തും സംസാരിക്കുമ്പോൾ ഇവരെല്ലാവരും ശരിയെന്ന് പറഞ്ഞുകൊണ്ട് ഇനി ഞങ്ങൾ HR കാല് പിടിച്ച് സോറി പറയാമെന്ന് പറഞ്ഞുകൊണ്ട് ഋഷിയുടെ കാല് പിടിക്കാൻ നോക്കുമ്പോൾ ഋഷി ഇനി നിങ്ങളുടെ കാല് ഞാൻ പിടിച്ചോളാം എന്ന് പറഞ്ഞുകൊണ്ട് നിലത്ത് കിടന്നിട്ട് കൈ കൂപ്പുന്ന ഋഷിയാണ് നമുക്ക് കാണാനായിട്ട് സാധിച്ചത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ HR ഇത്രയും തരം താഴ്ന്നു പോയല്ലോ എന്ന് തോന്നിപ്പോയി. ഒരു ഹോട്ടലിന്റെ മാനേജറാണ്, എന്നിട്ട് ഒന്നിനും കൊള്ളാത്തൊരു മാനേജർ, ഒന്നിനും കൊള്ളില്ല എന്ന് പറഞ്ഞാൽ ഒന്നിനും കൊള്ളില്ല. ഋഷിനെ എന്തിനാണ് അവിടെ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നതെന്ന് തോന്നിപ്പോയി. അത് തന്നെയാണ് അവിടെ സാബുവും പറഞ്ഞത്, എന്തിനും കൊള്ളാം HR എന്ന്. എന്നിട്ട് അവസാനം പരാതി പറഞ്ഞു അവിടെ സാബു, ഇവിടുത്തെ ആൾക്കാർ ശരിയല്ല, അവരുടെ അടുത്ത് വേണ്ട എന്ന് പറഞ്ഞിട്ടും അവർ HR ബഹുമാനിക്കുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾ വാണിംഗ് കൊടുത്തിട്ടുണ്ട്, നെക്സ്റ്റ് പനിഷ്മെന്റ് എന്ന് പറയുന്നത് അവർ പിരിച്ചുവിടുക എന്നുള്ളതാണ്. അല്ല, അത്രയും കടുത്ത പനിഷ്മെന്റ് കൊടുക്കണ്ട എന്നാണ് സാബു പറഞ്ഞിട്ടുള്ളത്. എന്തായാലും സംഭവം ഇതിലും കൂടുതൽ വഷളാവാനുള്ള ചാൻസ് ആണ് കാണുന്നത്.